ഹായ് ഹലോ വെൽക്കം. ഹായ് ഹലോ. ഞാൻ പറയട്ടെ മനുഷ്യ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുറേ പേര് നമ്മുടെ വീഡിയോസിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്താണ് Q&A വീഡിയോ ചെയ്യോ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം Q&A വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ സോറി, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മച്ചി. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് എവിടെയാണ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ വീട് എവിടെയാണെന്ന് പറഞ്ഞോളൂ ഏട്ടാ. നമ്മളെ വീട് കടയ്ക്കൽ കിഴക്കും ഭാഗം ബൗണ്ടറി മുക്ക് പാങ്ങോട് റോഡ് 2 കിലോമീറ്റർ കിഴക്കും ഭാഗത്തുനിന്ന് അവിടെയാണ് നമ്മളെ വീട്. എൻ്റെ സ്വന്തം വീട് പാലോട് പേരയത്താണ്, കാട്ടേരിയയിൽ. കാട്ടേരിയ എന്ന് പറഞ്ഞാൽ വനം. എൻ്റെ നാടിനെ പറ്റി വല്ലതും പറഞ്ഞല്ലോ കൊന്നുകളഞ്ഞ്. അവിടെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു പാലമുണ്ട്, ചെല്ലഞ്ചി പാലം. അങ്ങനെയൊന്നുമില്ല, നല്ല ശുദ്ധവായു ശ്വസിക്കാൻ പറ്റിയ നാടാണ് എൻ്റെ നാട്. അതറിയാമോ? അല്ല നിങ്ങളെ കണക്ക് കുറെ അഴുക്ക വായു ശ്വസിക്കുന്നതൊക്കെ. ഇവിടെയാണെങ്കിൽ എപ്പോഴും ജംഗ്ഷനിൽ അവിടെ ഇവിടെയൊക്കെ പോവാം. നിങ്ങളവിടെ ആണെങ്കിൽ കാട്ടിപ്പോയി. എന്റെ നാട്ടുകാർ ആരെങ്കിലും കേൾക്കണം ഇത് പ്രതികരിക്കണം കേട്ടോ. നമ്മുടെ നാടിനെ പറ്റിയാണ് ഈ പറയണത്. ഓക്കെ, ചുമ്മാ പറഞ്ഞു കേട്ടാ. എല്ലാം നല്ല സ്ഥലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ഞാൻ എപ്പോഴും പോയാലും നല്ല ചെല്ലഞ്ചി പാലത്തിൽ പോയി അവിടെ ഇരിക്കും, കുളിക്കും, എല്ലാം ചെയ്യും. നല്ല എവിടെയാണെന്ന് മനസ്സിലായില്ല. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര മക്കളാണ്? 2. പിന്നെ അനിയന്റെ മോനുണ്ട്, അത് നമ്മളെ മോൻ തന്നെ. എനിക്ക് സോറി, എനിക്കെന്നല്ല, നിനക്കാ. സോറി, നമുക്ക് 2 പേർക്കും കൂടി 2 പേരുണ്ട്. ട്വിൻസ് ആണ് അവര്, പെൺകുട്ടികളാണ്. ചില വീഡിയോസിലൊക്കെ അവരുണ്ട്. പിന്നെ മറ്റേത് അനിയൻ്റെ കുട്ടിയാണ്, ഏട്ടൻ്റെ അനിയൻ്റെ കുട്ടിയാണ്, എൻ്റെ അനിയൻ്റെ കുട്ടിയാണ്. 3ാമത്തെ മകനായിട്ട് ഞാനാണ് ദത്തെടുത്തിരിക്കുന്നത് ഗൈസ്. പിന്നെ അതുകൊണ്ടാണ് നമുക്ക് 3 മക്കളെന്ന് ഞാൻ ചില വീഡിയോസിലൊക്കെ പറയാറ്. പിന്നെ അവ ഇപ്പോൾ ഇവിടെ ഇല്ല, അവനും അവൻ്റെ അമ്മയും കൂടി പാരിപ്പള്ളി പോയിരിക്കുകയാണ്. അവൻ 8ാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത്. എൻ്റെ മക്കൾക്ക് 3ാം തീയതി തുറന്നു. അവൻ LKG ആയതുകൊണ്ട് 8ാം തീയതിയാണ് സ്കൂൾ ഓപ്പണിങ്. അതുകൊണ്ട് പാരിപ്പള്ളിയിലാണ് അവളെ വീട്. അപ്പോൾ അവർ നിൽക്കാനായിട്ട് പോയിരിക്കുകയാണ്. പിന്നെ ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിന് വേറെ ജോലിയൊന്നും ഇല്ലേ? ഉണ്ട്. അയ്യോ, എന്റെ ജോലി മൊത്തം രാത്രിയാണ്. രാത്രി കായംകുളം കൊച്ചുണ്ടിയാണ്. രാത്രി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ തെറ്റിദ്ധരിക്കും കേട്ടോ. രാത്രി എന്ന് പറയുമ്പോഴത്തേക്ക് നൈറ്റ് കടയാണ്. നമുക്ക് കുറേ പേർക്ക് അറിയാം, ഇൻസ്റ്റഗ്രാമിലുള്ള കുറേ പേർക്കൊക്കെ നമ്മളെ ജോലി എന്താണെന്ന് അറിയാം. സോറി, നമ്മളല്ല, എൻ്റെ ഏട്ടൻ്റെ ജോലി എന്താണെന്ന് അറിയാം. തട്ടുകടയാണ്. നമുക്ക് നൈറ്റ് 7 മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അമ്മയും എൻ്റെ അമ്മായിയമ്മയും ഏട്ടനും കൂടെ തട്ടുകട നോക്കി നടത്തുന്നത്. നമുക്ക് അതല്ലാതെ ഫ്രൂട്ട്സ് കടയും വെജിറ്റബിൾസ് കടയുണ്ട്. അവിടെ 2 അച്ഛന്മാരുണ്ട്. 2 അച്ഛന്മാരെന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടുത്തെ അച്ഛനും ഒന്ന് അവിടുത്തെ അച്ഛനും. അവിടുത്തെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛനും അമ്മേനെ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് ഇടയ്ക്ക് വെച്ചിട്ട് ഹാർട്ട് സംബന്ധമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ വന്ന് സുഖമില്ലാതൊക്കെ ആയി. ഞാൻ ഹാർട്ട് തന്നെ പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അച്ഛനും അമ്മേനെയും അവിടെ നിന്ന് മാറ്റി എൻ്റെ നാട്ടിൽ ഒരു റെന്റ് ഹൗസ് എടുത്തിട്ട് അങ്ങോട്ട് താമസം മാറ്റിയിട്ടുണ്ട്. അനിയുണ്ട്, അവൻ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പല ജോലിക്കായി ഡ്രൈവറാണ്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണോണ്ട് സ്ഥിരമായിട്ട് വീട്ടിൽ കാണാറില്ല. അതുകൊണ്ട് ഞാൻ അവരെ ഇങ്ങോട്ട് മാറ്റി. അച്ഛന് ഒരുപാട് വണ്ടി ഓട്ടിക്കാനും പിന്നെ ഒരുപാട് വെയിറ്റ് ഒക്കെ വലിച്ചു തൂക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കടയിലൊരു ഓരം പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. നമ്മളവിടെ ഓരോന്നൊക്കെ തന്നെ പറയണത്. ഓ, നമ്മൾ അതിനെന്ത്, നമ്മളങ്ങനെ തിരുവനന്തപുരത്താരിങ്ങനെ ഓരോന്നും അറ്റോന്നും അയ്യൊന്നും കൂറെന്നൊക്കെ പറയും. ഓ, ഇവരെ വിചാരം ഇവര് പക്ക മറ്റേ അങ്ങട് ഇങ്ങട് അങ്ങടല്ല, നല്ല നമ്മളെ സംസാരമൊക്കെ നല്ല എഫക്റ്റ് ഉള്ള സംസാരം. ഇപ്പൊ എന്നോട് കൂടി ഈ പറഞ്ഞ ഏട്ടന് എന്തൊരു കുന്തരെന്നൊക്കെ ആയിട്ടുണ്ട് ഏട്ടാ. എന്തൊരു പെണ്ണേ നീ കാണിക്കുന്നത്. അപ്പൊ അത് കാരണം നമ്മള് അച്ഛനെ അവിടെ ഇരുത്തി. ഫുഡ് സൈറ്റിൽ എൻ്റെ അമ്മായി അച്ഛനും ഇപ്പുറത്ത് എൻ്റെ അച്ഛനാണ് ഇരിക്കുന്നത്. നൈറ്റ് 7 മണി മുതലാണ് തട്ടുകട സ്റ്റാർട്ട് ചെയ്യുന്നത് ഏട്ടാ. അപ്പൊ എല്ലാരും പറഞ്ഞു കേട്ടാ. അപ്പൊ നമ്മളെ എല്ലാരും കഴിക്കാം. ഓക്കെ, സോറി. എല്ലാവരും നമ്മൾ തട്ടേട്ടൊന്ന് കഴിക്കണം. നല്ല സാമ്പാർ, ചമ്മന്തി, രസവട, പപ്പടം, മുളക് ചമ്മന്തി, ഓംപ്ലേറ്റ് എല്ലാം ഉണ്ട്. നമുക്ക് ചിക്കനും മട്ടനും ബീഫൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ളത്. എല്ലാവരും വന്ന് കഴിക്കണം അല്ലേ. പിന്നെ ചോദിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? ഒരുപാട് പേരെ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ തന്നെ എത്ര പേരുണ്ട് കേട്ടോ? 9 പേര്. 9 പേരുണ്ട്. 9 അല്ല 10 11 പേരുണ്ട്. പിന്നെ 2 പേര് അനിയത്തിയും അളിയനും വേറെ അല്ലേ? അപ്പൊ 11. ഇവര് രണ്ടാണ് ഒരു പെണ്ണുമാണ് കേട്ടോ. കെട്ടിച്ചുട്ടേക്കണ ചിറയൻകീഴാണ് പിന്നെ അവര് താമസിക്കുന്നത്. പിന്നെ ഈ നിലവിൽ 9 പേര് ഇവിടെ. 3 കൊച്ചുങ്ങളും മുതുകെണ്ടാക്കും കൂടെ 2 ഭാര്യമാരുണ്ട്. അവർക്ക് 3 മക്കളുണ്ട്. പിന്നെ അച്ഛനും അമ്മയുണ്ട്. ഒരു കൂട്ടുകുടുംബം എന്നൊക്കെ പറയാം. നമ്മളിതുവരെയും സെപ്പറേറ്റ് ആയിട്ടില്ല. സെപ്പറേറ്റ് ആവാൻ നമ്മളിതുവരെയും ആലോചിച്ചിട്ടില്ല. കൊച്ചുങ്ങളൊക്കെ വലുതായി, ഇന്നൊരു വീട് വേണം. അപ്പോൾ അതിൻ്റെ ഒരു ആലോചനകളൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും ഇവിടുന്ന് എല്ലാം ഇങ്ങനെ സ്പ്ലിറ്റായി പോകാൻ നമുക്ക് ആഗ്രഹമില്ല. അപ്പം എന്തായാലും നമുക്കൊരു റേഷൻ കട വേണ്ടേ. അപ്പം എന്തായാലും നമുക്കൊരു വീട് വേണം. അപ്പം ഇപ്പം എന്തായാലും അതിനെപ്പറ്റി ഇതാക്കുന്നില്ല. അതിപ്പോൾ പെൻഡിങ്ങിൽ വെച്ചേക്കാണ്. പിന്നെ അനിയൻ ബ്രസീലിലാണ്. അവൻ അങ്ങനെയാണ് പറയുന്നത്. ബ്രസീലിൽ അങ്ങ് പോയടി. ഇവിടുന്ന് ബ്രസീലല്ലേ പോയത്. അവൻ ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഷിപ്പിലായോണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് ബ്രസീലിലോട്ടാണ് പോയത്. അവിടെ നിന്ന് പല രാജ്യങ്ങളിലോട്ട് പോകും. ഷിപ്പിലായോണ്ട് ഷിപ്പ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടേക്കും. ഇങ്ങനെ പല രാജ്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് നമ്മളൊരു കുഞ്ഞു ഫാമിലി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ കുറച്ചല്ല 1-2 വീഡിയോസൊക്കെ നമ്മളത് വൈറലായപ്പോഴത്തേക്കും ഏകദേശം ഒരു 260ഓളം പേര് നമ്മളെ സെയിം സൗണ്ടിൽ തന്നെ റീമിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. അത് ചെയ്തിട്ട് കുറേ പേര് നമ്മളെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളെ സ്നേഹിക്കുന്ന അവർക്ക് വേണമെങ്കിൽ അവരെ സ്വന്തം വോയിസ് ചെയ്യാം. പക്ഷെ എന്നാലും നമ്മളെ വോയിസിലല്ലേ അവർ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ പിന്നെ വേറൊരു കാര്യം, ഈ എല്ലാവർക്കും നമ്മളറിയാം. പക്ഷെ ആർക്കും നമ്മളൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ പേടിക്കണ്ട. അറിയാവുന്നവർ കറക്റ്റ് ആയിട്ട് വന്ന് നമ്മളെ കട ആയതുകൊണ്ട് തന്നെ എൻ്റെ അനിയത്തിയും വ്ളോഗറാണ്. അപ്പോൾ അമ്മേനെയും അനിയത്തിനെയും എല്ലാവരും തട്ടുകടയിൽ വന്നിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും അതേപോലെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ അറിയാമെങ്കിൽ വന്ന് മിണ്ടണം. അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ചിലർ വിചാരിക്കും നമുക്ക് ഭയങ്കര വീഡിയോസ് കാണുമ്പോഴത്തേക്ക് കണ്ടിഷ്ടപ്പെടണോണ്ടാണല്ലോ നമ്മുടെ അടുത്ത് ഇങ്ങനെ അവരാ കണ്ണുകൾ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ അറിയാമെന്നുള്ളത്. നമ്മൾ ലുലുലല്ലേട്ടാ, ലുലു മോളിൽ പോയപ്പോഴത്തേക്ക് ഇപ്പൊ കുറേ പേര് മുമ്പ് നമ്മൾ ലുലുവിൽ പോകുമ്പോൾ നമ്മൾ ആരും അറിയത്തില്ല. മനസ്സിലായില്ലേ? നമ്മൾ സാധാരണ എല്ലാവരും പോകും കണക്ക് നമ്മൾ കൂടുതൽ പോണ ലുലു മാളിലാണ് പർച്ചേസിനൊക്കെ. ആർക്കും നമ്മൾ അറിഞ്ഞൂടാ. പക്ഷേ നമ്മളിപ്പോൾ പോകുമ്പോഴത്തേക്ക് അമ്മേനെ ആയാലും നന്ദനെ ആയാലും എന്നെ ആയാലും ഏട്ടനെ ആയാലും വന്നിട്ട് യൂട്യൂബർ അല്ലേ, വീഡിയോസൊക്കെ കാണുന്നുണ്ട്, നല്ലതാണ് ഏട്ടാ, ഇനി ഇത് കണക്ക് വീഡിയോസ് ചെയ്യണം, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ തള്ളല്ല ഏട്ടാ, ഉള്ള കാര്യം പറഞ്ഞതാണ്. ഇത് പറയുമ്പോൾ നമ്മളെ റിലേറ്റീവ്സ് കുറേ പേരൊന്നും വിശ്വസിക്കൂല. പക്ഷേ അസൂയ കൊണ്ടായിരിക്കും വിശ്വസിക്കാത്ത ഏട്ടാ. അപ്പോൾ നിങ്ങൾക്കത് യൂട്യൂബേഴ്സൊക്കെ ഉള്ള യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഒരാളെങ്കിലും ചോദിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം. പക്ഷെ ഇനി എല്ലാവരും ചോദിക്കണം, അറിയുന്നവർ വന്ന് കണ്ടാൽ മിണ്ടണം. നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ജാടയോ അഹങ്കാരമോ പിടിച്ചിരിക്കത്തില്ല. നമ്മൾ ഇനി ഇതേണക്ക് തന്നെ വീഡിയോസ് ഇട്ട് മുമ്പോട്ട് പോകും. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് നമ്മളെ പറ്റി അറിയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം. നമ്മളെല്ലാം ഇതേണക്ക് ലോങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ, സീ യു. ബൈ ബൈ, സീ യു. ഓക്കെ.